ഹായ് പാരപ്പടിയുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ഞാവൽപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഞാവൽപ്പഴം കഴിക്കുന്ന സമയത്ത് കുഞ്ഞുസ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അമ്മയെ നമുക്ക് ഒരു ചലഞ്ച് നടത്തിയാലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരിയാണ്. അപ്പോൾ മുടക്ക് ദിവസം ഞാൻ അല്ലെങ്കിൽ ഒഴിവുള്ള ദിവസം കുറച്ച് നേരം അവരുടെ കൂടെ കളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എനിക്കും വളരെ സന്തോഷമാണ് കേട്ടോ അവരുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെ കളിക്കുമ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മമ്മി കുർബാന ചെല്ലിക്കലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ പപ്പയുടെ അനിയൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പഴം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് മുറത്തിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. നന്നായിട്ട് പാകമാവണുള്ളൂ, ഭയങ്കരമായിട്ട് പാകമായിട്ടില്ല. അപ്പോൾ പാകമാകുമ്പോൾ നമുക്ക് പൂട്ടാം എന്തെങ്കിലും കൂട്ടി കഴിക്കുകയൊക്കെ ചെയ്തോടെ. അപ്പോൾ അതൊക്കെ ഒരു മുറത്തിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞൂസിൻ്റെ അടുത്ത് പറഞ്ഞു കൊറിയർ പൊട്ടിച്ചിട്ട് അതിലത്തെ നോക്കിയിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ തന്നെ കുഞ്ഞൂസിന് വിഷമമായി. അപ്പോൾ മുഖം പോയിട്ടാണ് കുഞ്ഞൂസ് നിൽക്കണേട്ടാ ഇത് പൊട്ടിക്കണ സമയത്ത്. എന്നാലും പിന്നെ നിവൃത്തിയില്ലല്ലോ എന്ന് വെച്ചിട്ട് നിൽക്കണേന്ന് വെച്ചിട്ടാണ് കുഞ്ഞൂസ് നിൽക്കണത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്ക് ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഫ്രോക്കിൻ്റെ തുണിയൊന്നും നോക്കാനായിട്ട് അതൊന്ന് നിവർത്തി നോക്കി. അപ്പോൾ കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ ആയിരുന്നു. നമുക്ക് വീട്ടിലൊക്കെ നല്ല സിമ്പിളായിട്ട് നല്ല കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ട് ഇടാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ സൈസിനേക്കാളും ഇത്തിരി വലുത് കൊടുത്തു. വേറെ ഒന്നല്ല, വാഷ് ചെയ്യുമ്പോൾ അത് ചുരുങ്ങി എന്തെങ്കിലും ചെയ്താലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇത്തിരി സൈസ് വലുതാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെ അത് തുറന്നു നോക്കിയതിന് ശേഷം ഞാൻ ചലഞ്ച് ചെയ്യാനായിട്ട് ചെന്നിരുന്നു. അപ്പോഴാണ് ഒന്ന് മുഖത്ത് ഒരു സന്തോഷം വീണേ കുഞ്ഞിൻ്റെ. അപ്പോൾ വേറെ ഒന്നല്ല, ഇവരെ ചോപ്സ്റ്റിക് കൊണ്ട് ഈ നാവൽപ്പഴം ഒരു മിനിറ്റിൽ എത്ര എണ്ണമാണ് എടുക്കണത്. അപ്പോൾ കൂടുതൽ എടുക്കണവർക്ക് ആ ഗാലക്സി ചോക്ലേറ്റ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം എനിക്ക് എന്തായാലും കിട്ടില്ല എന്ന്. വേറെ ഒന്നല്ല, ഇവർ നന്നായിട്ട് ചോപ്സ്റ്റിക് കൊണ്ട് എടുക്കാറുള്ളവരാ. വേറെ ഒന്നല്ല, ഇവർ ഇടയ്ക്ക് നൂഡിൽസും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചിപ്സൊക്കെ കിട്ടുമ്പോൾ ഈ ചോപ്സ്റ്റിക്ക് എടുത്തു കൊണ്ടിട്ട് അതുകൊണ്ട് എടുക്കാറുള്ളവരാട്ടാ. അങ്ങനെ ഞാനും കുഞ്ഞൂസും കൂടി ചലഞ്ചിന് ഇരുന്നു. പക്ഷേ മോശമൊന്നും ആയില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കണേന്നൊന്നും ആരും പറയില്ല. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും കുറച്ചൊക്കെ എടുക്കാൻ പറ്റി. പക്ഷേ കുഞ്ഞുവിൻ്റെ അത്ര പറ്റിയില്ലെങ്കിലും കുറച്ച് എന്നെ കൊണ്ടും ഞാൻ എനിക്ക് പറ്റുന്ന വിധത്തിലൊക്കെ ഒപ്പിച്ചെടുത്തു. അങ്ങനെ ഞാൻ 6 എണ്ണം, കുഞ്ഞൂസ് 11 എണ്ണം എടുത്തു. അപ്പോൾ എണ്ണി നോക്കിയപ്പോൾ എൻ്റെ 6 എണ്ണം, കുഞ്ഞുൻ്റെ 11 എണ്ണമായിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു ചലഞ്ച് മാറ്റി ഏറ്റവും കുറവ് എടുത്തവർക്കാണ് ഗാലക്സി ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ കുഞ്ഞു പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞത് അവളെ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ അവൾക്ക് എൻ്റെ കൊടുത്തു ഗാലക്സി ചോക്ലേറ്റ്. അപ്പം ഞാൻ പറഞ്ഞു ഞാവൽപ്പഴം മുഴുവൻ എനിക്ക് ചോക്ലേറ്റ് ഞാൻ എനിക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഗെയിം അവിടെ അവസാനിച്ചു കേട്ടോ. അന്നത്തെ ദിവസം അങ്ങനെ നല്ല സന്തോഷമായിരുന്നു. ചലഞ്ചൊക്കെ ചെയ്ത് ഒരു ഗാലക്സി ചോക്ലേറ്റ് ഒക്കെ കിട്ടിയതിൻ്റെ സന്തോഷമായിട്ട്.